Theorem 4.5 Linearity and Monotonicity of Integration. തിയറത്തിലേക്ക് കടക്കാം. Let f and g are bounded measurable function on a set of finite measure e. Then for any alpha and beta, integral over e alpha f plus beta g equal to alpha into integral over e into f plus beta into integral over e into g. Moreover, if f less than or equal to g on e, then integral over e into f less than or equal to integral over e into g. അതായത് തിയറം പറയുന്നത് ലെറ്റ് എഫും ജിയും ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസ് ആണ് ഓൺ എ ഫൈനൈറ്റ് മെഷർ ഇ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ആൽഫയും ബീറ്റ ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി ആയിരിക്കും. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി ആയിരിക്കണം. അതാണ് തിയറം പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രൂഫിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് എഫും ജിയും ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഫൈനൈറ്റ് മെഷറിലാണ്. അങ്ങനെയാണെങ്കിൽ തിയറം 4 വഴി നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് തന്നിരിക്കുന്ന എഫും ജിയും എന്താണ്? ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണ് എന്ന് പറയാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. സിൻസ് എഫ് ആൻഡ് ജി ആർ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ, ദെൻ ദേ ആർ ഇൻ്റഗ്രബിൾ ഓവർ ഇ. അപ്പോൾ തിയറത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എഫും ജിയും ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൗണ്ടഡ് ആണെങ്കിൽ അവിടെ നമുക്ക് 2 പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും, m1 ആൻഡ് m2, സച്ച് ദാറ്റ് മോഡ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 ആൻഡ് മോഡ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m2 ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഈ 2 ഫംഗ്ഷൻ്റെയും ആർബിട്രറി ലീനിയർ ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെന്നാണ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 2 ഫംഗ്ഷൻ്റെയും ആർബിട്രറി ലീനിയർ ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു മോഡുലസ് ഓഫ് ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി വഴി നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. മോഡുലസ് ഓഫ് ആൽഫ എഫ് പ്ലസ് മോഡുലസ് ഓഫ് ബീറ്റ ജി, അത് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു മോഡുലസ് ഓഫ് ആൽഫ ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് പ്ലസ് മോഡുലസ് ഓഫ് ബീറ്റ ഇൻറ്റു മോഡുലസ് ഓഫ് ജി എന്ന് എഴുതാം. നമുക്കറിയാം മോഡുലസ് ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m1 ആണ്, മോഡുലസ് ഓഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു m2 ആണ്. അപ്പോൾ ആ ഭാഗം എങ്ങനെയാവും? ആ ഇൻഇക്വാലിറ്റി മോഡുലസ് ഓഫ് ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ആൽഫ ഇൻറ്റു m1 പ്ലസ് മോഡുലസ് ഓഫ് ബീറ്റ ഇൻറ്റു m2 എന്ന് നമുക്ക് കിട്ടി. ഈ കിട്ടിയ ഇനിക്വാലിറ്റിയിൽ റൈറ്റ് സൈഡിലത്തെ ആ ഇനിക്വാലിറ്റിനെ നമ്മൾ എം എന്നെടുക്കുകയാണ്. അതായത് ക്യാപിറ്റൽ എം ഈക്വൽ ടു മോഡുലസ് ആൽഫ ഇൻറ്റു m1 പ്ലസ് മോഡുലസ് ബീറ്റ ഇൻറ്റു m2. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്തായി മാറും? മോഡുലസ് ഓഫ് ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ ഇ ആയി മാറും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ബൗണ്ടഡ് ആണ് എന്ന് മനസ്സിലായി. നമ്മൾ അതിന് മുൻപ് 3.6 ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. എഫും ജിയും മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ ആൻഡ് ദാറ്റ് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവർ ഓൺ ഇ ആണെങ്കിൽ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി മെഷറബിൾ ഓൺ ഇ ആയിരിക്കും. അപ്പോൾ ഈ തിയറം വഴി നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി എന്താണ്? മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ തിയറം 4 വഴി നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി, അതുപോലെ തന്നെ മെഷറബിൾ ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി എന്തായിരിക്കും? ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഭാഗം നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ലീനിയാരിറ്റി പ്രൂവ് ചെയ്യണം. അതായത് നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി. അത് നമ്മൾ 3 കേസായിട്ടാണ് പ്രൂവ് ചെയ്യുക. ഫസ്റ്റ് കേസ് എടുത്തു. കേസ് 1 ആൽഫ ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 0. ആൽഫയും 0 ബീറ്റയും 0 ആകുമ്പോൾ അതെന്തായിരിക്കും? ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി എന്ന് പറയുന്നത് ഒരു 0 ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി എന്ന് പറയുന്നത് 0 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ്
പ്ലസ് 0 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി ഈക്വൽ ടു 0. അപ്പോൾ LHSും RHSും സെയിം ആയി. ഇനി നമ്മൾ അടുത്തത് എന്തെടുത്തു? കേസ് 2 എടുത്തു. കേസ് 2ൽ നമ്മൾ എടുക്കുന്നത് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൽ വീണ്ടും 2 കണ്ടീഷൻസ് വരും. ആൽഫ ഗ്രേറ്റർ ദാൻ 0യും വരും, ആൽഫ ലെസ് ദാൻ 0യും വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടായിരിക്കുന്നത് എടുക്കുന്നത് ആൽഫ ഗ്രേറ്റർ ദാൻ 0 എടുക്കുകയാണ്. അപ്പോൾ കേസ് എ, ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 0. ഇനി നമ്മളൊരു സിമ്പിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് സൈ ബി എനി സിമ്പിൾ ഫംഗ്ഷൻ ഓൺ ഇ സച്ച് ദാറ്റ് ആൽഫ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ വിച്ച് ഇംപ്ലൈസ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ബൈ ആൽഫ ഓൺ ഇ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈ ബൈ ആൽഫയും ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. ഈ സൈ ബൈ ആൽഫ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഡാഷ് ആയ സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും സൈ ബൈ ആൽഫ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളൊരു സൈ സ്റ്റാറും ഡിഫൈൻ ചെയ്തു. സിമിലർലി എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ സ്റ്റാർ ഓൺ ഇ, ദെൻ ആൽഫ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ സൈ സ്റ്റാർ. ഈ ആൽഫ സൈ സ്റ്റാർ എവിടെയാണ് ഉണ്ടാവുക? ആൽഫ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഡബിൾ ഡാഷ് ആയ ആ സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും സൈ ആൽഫ സൈ സ്റ്റാർ എന്ന് പറയുന്നത്. സോ ആ 2 കളക്ഷനും തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. നൗ ആൽഫ എഫ് ഇൻ്റഗ്രബിൾ ഓവർ ഇ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫും ആൽഫ എഫിൻ്റെ അപ്പർ ഇൻ്റഗ്രൽ ഓവർ ഇയും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് ആൽഫ എഫ് ബിലോങ്സ് ടു സൈ ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു സൈ. ഇനി ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു സൈന് നമുക്കൊന്നും കൂടി ഭംഗിയാക്കി എഴുതുമ്പോൾ ഇൻഫിമം ആൽഫ എഫ് ബിലോങ്സ് ടു സൈ ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു സൈ ബൈ ആൽഫ. ആൽഫ ഒരു ഫിക്സഡ് നമ്പറാണ്, അപ്പം നമുക്ക് ആൽഫേനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആൽഫ ഇൻറ്റു ഇൻഫിമം ഓഫ് ആൽഫ എഫ് ബിലോങ്സ് ടു സൈ ഇൻ്റഗ്രൽ ഓവർ ഇ സൈ ബൈ ആൽഫ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു ഇൻഫിമം ഓഫ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ബൈ ആൽഫ ഇൻ്റഗ്രൽ ഓവർ ഇ സൈ ബൈ ആൽഫ എന്ന് എഴുതാം. ആ ആൽഫ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പറാണ്. ബാക്കി ഇൻഫിമത്ത് എന്ന് പറയുന്നത് അപ്പർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ ആണ്. അപ്പോൾ നമുക്കതിന് എന്ത് എഴുതാം? ആൽഫ ഇൻറ്റു അപ്പർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ എന്ന് എഴുതാം. എഫ് എന്താണ്? ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണ്. അപ്പോൾ ലോവർ ഇൻ്റഗ്രലും അപ്പർ ഇൻ്റഗ്രലും സെയിം ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് എന്ന് എഴുതാം. ഇനി നമ്മൾ കേസ് ബി എടുക്കുകയാണ്. ആൽഫ ലെസ് ദാൻ 0യും ബീറ്റ ഈക്വൽ ടു 0യും എടുക്കുന്നു. ആൽഫ ലെസ് ദാൻ 0 ആൻഡ് ബീറ്റ ഈക്വൽ ടു 0. അതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മളൊരു സിമ്പിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ആൽഫ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഓൺ ഫൈ ഓൺ ഇ ഇഫ് ഫൈ ബൈ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ആൽഫ എഫ് ഇൻ്റഗ്രബിൾ ഓവർ ഇ ആയതുകൊണ്ട് അതിൻ്റെ അപ്പർ ഇൻ്റഗ്രൽ ഓവർ ഇയും സെയിം ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് ആൽഫ എഫ് ലെസ് ദാൻ ഈക്വൽ ടു സൈ ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു സൈ എന്ന് വരും. ഇനി നമ്മൾ വീണ്ടും ആൽഫനെ നമ്മൾ മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്തു. ആൽഫ ഫിക്സ്ഡ് ആയ കാരണം പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും? ആൽഫ ഇൻറ്റു ഇൻഫിമം ഓഫ് ആൽഫ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ഫൈ ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ ബൈ ആൽഫ എന്ന് വന്നു. ഇനി നമ്മൾ ഇതിന് ഇനിക്വാലിറ്റി ചേഞ്ച് ആക്കി എഴുതുമ്പോൾ ഇൻഫിമം സുപ്രീമം ആവും. ആൽഫ ഇൻറ്റു സുപ്രീമം ഓഫ് സൈ ബൈ ഫൈ ബൈ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ഫൈ ബൈ ആൽഫ. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പറാണ്. സുപ്രീമം ഫൈ ബൈ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ ബൈ ആൽഫ എന്ന് പറയുന്നത് ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ആൽഫ ഇൻറ്റു ലോവർ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഇ. എഫ് ഇൻ്റഗ്രബിൾ ആയിക്കൊണ്ട് ലോവർ ഇൻ്റഗ്രലും അപ്പർ ഇൻ്റഗ്രലും സെയിം ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് എന്ന് എഴുതാം. അപ്പോൾ കേസ് എയിൽ നിന്നും കേസ് ബിയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് ഈക്വൽ ടു
ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് എന്ന് കിട്ടി. അതായത് ഇത് ബീറ്റയ്ക്കും സിമിലർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ തേർഡ് കണ്ടീഷൻ എടുക്കുകയാണ്. ആൽഫ ഈക്വൽ ടു 1 എന്നെടുത്തു, ബീറ്റ ഈക്വൽ ടു 1 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഗെയിൻ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് psi1 and psi2 be simple function on E for which f less than or equal to psi1 and g less than or equal to psi2. അപ്പോൾ psi1ഉം psi2ഉം സിമ്പിൾ ഫംഗ്ഷൻ ആണെങ്കിൽ psi1 പ്ലസ് psi2ഉം എന്തായാലും സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. Then clearly psi1 plus psi2 is a simple function on E and f plus g less than or equal to psi1 plus psi2 on E. ഇനി psi1 പ്ലസ് psi2 എവിടെയാണ് ഉണ്ടായിരിക്കുക? എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ ആയ സെറ്റിലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും psi1 പ്ലസ് psi2. ഇനി ബൈ ദ ഡെഫിനീഷൻ ഓഫ് ഇൻഫിമത്തിൻ്റെ ഡെഫിനേഷൻ വഴി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻഫിമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ psi where psi is symbol f plus g less than or equal to psi on E which is less than or equal to integral over E psi1 plus psi2. അപ്പോൾ എഫ് പ്ലസ് ജി ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ psi1 പ്ലസ് psi2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഓവർ ഇ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻ്റഗ്രൽ ഓവർ ഇ psi1 പ്ലസ് psi2നെ നമ്മൾ പഠിച്ച പ്രപ്പോസിഷൻ 2 വഴി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ ഇ psi1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ psi2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ സിമ്പിൾ ഫംഗ്ഷൻ psi1 ആൻഡ് psi2 on E for which f less than or equal to psi1 and g less than or equal to psi2 on E. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു psi1 ആൻഡ് psi2 ചൂസ് ചെയ്താലും ഈ ഇനിക്വാലിറ്റി ഹോൾഡ് ചെയ്യും. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ ഓവർ ഇയുടെ കളക്ഷൻ്റെ ഇൻഫിമവും ഈ ഇനിക്വാലിറ്റി ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു psi1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു psi2 വേർ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi1 ആൻഡ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi2 ഓൺ ഇ. അപ്പോൾ അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi1 ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു psi1 പ്ലസ് ഇൻഫിമം ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു psi2 ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു psi2. അതായത് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി. അതായത് വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി. ഇത് നമ്മൾ കണ്ടുപിടിച്ചത് psi1ഉം psi2ൻ്റെ കേസിലാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ phi1ഉം phi2ൻ്റെ കേസിലും ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി എന്ന് പ്രൂവ് ചെയ്യണം. ഈ സിമിലർ വാല്യൂ തന്നെയാണ് ഈ phi1ൻ്റെയും phi2ൻ്റെയും നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു ജി എന്ന് കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ്? മോണോട്ടോണിസിറ്റിയാണ്. ടു പ്രൂവ് മോണോട്ടോണിസിറ്റി നമ്മൾ അസ്യൂം ചെയ്യാണ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണ്. അതുപോലെ തന്നെ ഡിഫൈൻ എച്ച് എന്ന് പറയുന്നത് ജി മൈനസ് എഫ് ആണ്. അപ്പോൾ ദെൻ എച്ച് ഈസ് എ ബൗണ്ടഡ് ആണ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ. സോ ബൈ തിയറം 4 വഴി നമുക്ക് എന്താ പറയാൻ പറ്റും? എച്ച് ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണ്. ഓൾസോ എച്ച് എന്ന് പറയുന്നത് ജി മൈനസ് എഫും എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ആണ്. അപ്പോൾ എച്ച് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ വി ചൂസ് phi dash equal to 0 function on E. Then phi dash belongs to phi such that phi is symbol and phi less than or equal to h on E.
ദെൻ ബൈ ഡെഫിനേഷൻ ഓഫ് സുപ്രീമത്തിൻ്റെ ഡെഫിനേഷൻ വഴി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ സച്ച് ദാറ്റ് ഫൈ ലെസ് ദാൻ ഈക്വൽ ടു എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ ഡാഷ് ഈക്വൽ ടു 0 ആയിരിക്കും. 0 കാരണം 0 ഫംഗ്ഷൻ ആണല്ലോ, അപ്പോൾ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ജി മൈനസ് എഫ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമ്മൾ ഇൻ്റഗ്രൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. ഇൻ്റഗ്രൽ ഓവർ ഇ ജി മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഈ മൈനസ് ഉള്ളതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ഇൻറ്റു എഫ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ജി. അപ്പം നമ്മൾ രണ്ട് കണ്ടീഷൻസും പ്രൂവ് ചെയ്തു. താങ്ക് യു.